ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഇന്ത്യൻ വംശജ സുനിത വില്യംസ് ഉൾപ്പെടെ 4 ബഹിരാകാശ യാത്രികരുടെ മടങ്ങിവരവിന് കളമൊരുങ്ങി. 4-അംഗ സംഘം ക്രൂട്ടൺ പേടകത്തിൽ നിന്ന് ബഹിരാകാശ നിലയത്തിലെത്തി. ബുധനാഴ്ച മറ്റൊരു പേടകത്തിലാണ് ഭൂമിയിലേക്കുള്ള മടക്കം. Onishi, the first Crew 10 astronaut through the hatch, followed by Peskov. Nicole Ayers, the first of the Fly's newest class of astronauts to enter. ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ 9:34 നാസയുടെ ക്രൂ 10 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്തത്. വായുമർദ്ദമടക്കമുള്ള സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം രാവിലെ 11:15 4-അംഗ സംഘം പേടകത്തിൽ നിന്നും ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിച്ചു. നിലവിൽ ബഹിരാകാശ നിലയത്തിലുള്ള സുനിത വില്യംസും ബുച്ച് വിൽമോറും അടക്കമുള്ള 7-അംഗ സംഘത്തിനൊപ്പം ക്രൂ 10-ലെ 4-അംഗ സംഘം ചേർന്നു. ഊഷ്മളമായ സ്വീകരണമാണ് 4-അംഗ സംഘത്തിന് ബഹിരാകാശ നിലയത്തിൽ നൽകിയത്. Nicole Ayers, the first of the Fly's newest class of astronauts to enter and last commander of Crew 10. ഈ മാസം 19-ന് മറ്റൊരു ഡ്രാഗൺ പേടകത്തിലാണ് ക്രൂ 9 ദൗത്യത്തിലെ സുനിത വില്യംസും ബുച്ച് വിൽമോറും അടക്കം 4-അംഗ സംഘം ഭൂമിയിലേക്ക് മടങ്ങുന്നത്. മടക്കയാത്രയ്ക്ക് മുന്നോടിയായി സ്പേസ് സ്റ്റേഷന്റെ കമാൻഡർ സ്ഥാനം അലക്സി ഓവ്ചിനിന് കഴിഞ്ഞയാഴ്ച സുനിത കൈമാറിയിരുന്നു. ക്രൂ കൈമാറ്റ കാലയളവായ 3 ദിവസങ്ങളിൽ ബഹിരാകാശ നിലയത്തിൽ 11 സഞ്ചാരികളുണ്ടാകും. ഫ്ലോറിഡയിൽ ഇവരെയും വഹിച്ചുകൊണ്ടുള്ള പേടകം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പതിക്കുന്ന സമയത്തെ കാലാവസ്ഥ പരിഗണിച്ച ശേഷം മാത്രമേ മടക്കയാത്രയുടെ കൃത്യമായ സമയം നിശ്ചയിക്കുകയുള്ളൂ. 8 ദിവസത്തെ ദൗത്യത്തിനായി കഴിഞ്ഞ വർഷം ജൂണിൽ ബഹിരാകാശ നിലയത്തിലെത്തിയ സുനിത വില്യംസും ബുച്ച് വിൽമോറും ബോയിംഗ് സ്റ്റാർലൈൻ പേടകത്തിന്റെ തകരാറ് മൂലം കഴിഞ്ഞ 9 മാസമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയിരിക്കുകയായിരുന്നു. റിസർച്ച് ഡെസ്ക് 24.